പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGPക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മറ്റന്നാൾ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച്. മാഫിയ സംരക്ഷണമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. സലിം മാലിക് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലിം, പ്രതിഷേധം കടുപ്പിക്കുകയാണല്ലോ കോൺഗ്രസ്. സലിം. ഉന്മേഷ്, പ്രതിപക്ഷം സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാൻ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു. അത് വിവിധ വിഷയങ്ങളിൽ ഹേമ കമ്മിറ്റി വിഷയം ഉൾപ്പെടെ EP ജയരാജൻ പുറത്താക്കിയത് ഉൾപ്പെടെയുള്ളത് രാഷ്ട്രീയ ആയുധമാക്കി സർക്കാരിനെതിരെ സമരം കടുപ്പിക്കാനായിരുന്നു പ്രതിപക്ഷം ആലോചിച്ചത്. അതിനിടയിലാണൊരു ഭരണപക്ഷ MLA തന്നെ അതിനേക്കാൾ മൂർച്ചയേറിയ ഒരു ആയുധം പ്രതിപക്ഷത്തിന് കൊണ്ട് നൽകിയത്. ആ വിഷയത്തിൽ വലിയ നിലയിലുള്ള സമരം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മറ്റന്നാൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച്. അത് KPCC ഔദ്യോഗികമായി തന്നെ സംഘടിപ്പിക്കുകയാണ്. 1000-ലധികം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള ബഹുജന മാർച്ചായിരിക്കും സംഘടിപ്പിക്കുക എന്നാണ് KPCCയിൽ നിന്നുള്ള അറിയിപ്പ്. മാത്രമല്ല, കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കും. മാത്രമല്ല, ഈ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ നിലയിലൊരു സമരം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആലോചന. മാത്രമല്ല, യൂത്ത് കോൺഗ്രസും സമരരംഗത്താണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇന്നുമൊക്കെയും യൂത്ത് കോൺഗ്രസ് വിവിധ സ്ഥലങ്ങളിൽ മാർച്ച് നടത്തിയിരുന്നു. നാളെയും സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തന്നെ ശരി, അങ്ങനെ സമരം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.